ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് ഷിഹാബുദ്ദീൻ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൺ സ്റ്റൂവിന്റെ റെസിപ്പിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കാണാം, ബാ. നമുക്ക് മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മട്ടൺ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടൺ. അതിലേക്ക് ഒരു 20 പീസ് ചെറിയ ഉള്ളി, ഒരു 8 പീസ് പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10-12 പീസ് വെളുത്തുള്ളി, കുറച്ച് ഗരം മസാല, അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒന്നര ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളവും ചേർത്ത് നല്ലപോലെ തിരുമി വേവിച്ചെടുക്കുക. മട്ടൺ സ്റ്റൂവിനുള്ള മട്ടൺ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അതിൻ്റെ ഗ്രേവി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 മീഡിയം ടൈപ്പ് സവാള സ്ലൈസ് ചെയ്തത്, ഒരു 4 പച്ചമുളക്, കുറച്ച് വേപ്പില, ഇത്രയും മതി. നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി മട്ടൺ വേവിക്കാൻ വെച്ചതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. സവാള നമ്മൾ വഴറ്റുമ്പോൾ ഒരുപാട് മുരിഞ്ഞു പോകേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത്. സ്റ്റ്യൂവിനൊരു വൈറ്റിഷ് കളറാണ്. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മൈദ ആണ്. ഇത് എല്ലാ ഹോട്ടലുകാരും ചേർക്കാറുണ്ട്. പക്ഷെ നമ്മളോടൊന്നും ആരും പറയില്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. പിന്നെ കറിക്ക് കുറച്ച് തിക്നെസ് കൂടെ കിട്ടും. മൈദയുടെ പച്ചമണം മാറുമ്പോഴത്തേക്ക് കുറച്ച് കിഴങ്ങും ക്യാരറ്റും കട്ട് ചെയ്തത്, അത് നല്ലപോലെ വഴന്നു വരുമ്പോഴത്തേക്ക് 1 കപ്പ് രണ്ടാം പാല്, ഇതിനാവശ്യമായ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതിനെ അടച്ചു വെച്ച്